നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് പാകിസ്ഥാനികൾ ഉണ്ടെങ്കിൽ അവരോട് ഉടൻ തന്നെ 48 മണിക്കൂറാണ് ഇന്ത്യ സമയം കൊടുത്തിരിക്കുന്നത് രാജ്യം വിടാനായിട്ട്. ഇല്ലെങ്കിൽ കർശനമായിട്ടുള്ള നീക്കം തന്നെയായിരിക്കും പാക് പൗരന്മാർക്കെതിരെ എടുക്കാൻ പോകുന്നത്. ഏതായാലും കേരളത്തിൽ ഇവിടെ ചികിത്സ തേടി 56 പാക് പൗരന്മാരോടും ഉടൻ നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ പാകിസ്ഥാനി പൗരന്മാർ 102 പേരുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ പകുതി പേരും 56ഓളം പേരാണ് ചികിത്സാ സംബന്ധമായ മെഡിക്കൽ വിസയിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കുറച്ചുപേർ വ്യാപാര ആവശ്യങ്ങൾക്കായി എത്തിയവരാണ്. ഇവരെല്ലാം ഉടൻ രാജ്യം വിടേണ്ടി വരും. മെഡിക്കൽ വിസയിൽ എത്തിയിട്ടുള്ളവർ ഈ മാസം 29-നും മറ്റുള്ളവർ 27-ന് മുൻപും രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. തമിഴ്നാട്ടിലുള്ള 200ഓളം പാക് പൗരന്മാരും മടങ്ങേണ്ടി വരും. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തീരുമാനങ്ങളാണ് ഇതിന് കാരണം. അതിവേഗം മടങ്ങാനുള്ള നടപടികൾ എടുക്കാൻ വിദേശകാര്യ മന്ത്രാലയം അതത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ പൗരർക്കുള്ള എല്ലാതരം വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു. വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണം. പാകിസ്ഥാനിൽ ആരോഗ്യ സംവിധാനം ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പലരും ഇന്ത്യയാണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ എത്തുന്നവരും ഇത്തരത്തിൽ ചികിത്സയ്ക്കായിട്ട് വരുന്നവരും ഏറെയാണ്. ഇതിനിടയിൽ ഇപ്പോൾ മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പൗരന്മാരധികവും ചികിത്സയ്ക്കിടയിൽ തന്നെ ആകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും 48 മണിക്കൂറാണ് ഇന്ത്യ അനുവദിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് മടങ്ങി പോകാനുള്ള നിർദ്ദേശം എത്തുന്നത്. നിരവധി വിദ്യാർത്ഥികളും വിവിധ സർവകലാശാലകളിൽ പാകിസ്ഥാനിൽ നിന്നെത്തി പഠിക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാക് പൗരർക്ക് നിലവിൽ അനുവദിച്ച എല്ലാ വിസകളുടെയും കാലാവധി ഈ മാസം 27-ന് കഴിഞ്ഞതായി കണക്കാക്കും. മെഡിക്കൽ വിസ ലഭിച്ചവർക്ക് മടങ്ങാൻ 29 വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. ഹിന്ദുക്കളായ പാക് പൗരർക്കുള്ള ദീർഘകാല വിസയ്ക്ക് മാത്രം വിലക്കില്ല. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട്. ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിശദാംശങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിക്കുന്നുണ്ട്. സാർക്ക് വിസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൗരർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാനാകില്ലെന്നും അത്തരത്തിൽ ഇതിനകം എത്തിയവർ 48 മണിക്കൂറിനകം രാജ്യം വിടണമെന്നും കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇവർക്കുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പഞ്ചാബിലെ അട്ടാരി, ഹുസൈനിവാല, സഡ്കി അതിർത്തികളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി ചേർന്ന് BSF ദിവസേന വൈകിട്ട് നടത്താറുള്ള റിട്രീറ്റ് സെറിമണിയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സൈനിക കമാൻഡർമാർ നടത്തിവന്നിരുന്ന പ്രതീകാത്മക ഹസ്തദാനം വേണ്ടെന്ന് വെച്ചു. ഇരുഭാഗത്തെയും ഗേറ്റുകളും പരേഡിൽ ഉടനീളം അടഞ്ഞുകിടക്കും. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീരിൽ ഒറ്റപ്പെട്ടുപോയ 73 മലയാളികളെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നോർക്ക അറിയിച്ചിട്ടുള്ളത്. 6 സ്ഥലങ്ങളിൽ ഉൾപ്പെട്ടവരാണിവർ. നേരത്തെ നോർക്കയുടെ ഹെൽപ്പ് ലൈനിൽ ഇവർ രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് ഇവരുമായുള്ള ബന്ധം നഷ്ടമായി. ഇതുവരെ 51 സംഘങ്ങളിലെ 560-ലധികം മലയാളികളെ കണ്ടെത്തി കാശ്മീരിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. സിംല കരാർ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. 1972-ൽ ഒപ്പുവെച്ച ഈ സമാധാന കരാർ മരവിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്ക് ബദലായാണ് സിംല കരാർ മരവിപ്പിക്കുന്നതടക്കമുള്ള പാക് നടപടികൾ. 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സമാധാന ഉടമ്പടിയാണ് സിംല കരാർ. 1972 ജൂലൈ 2-നാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും കരാറിൽ ഒപ്പുവെച്ചത്. ബംഗ്ലാദേശിനെ മോചിപ്പിച്ച യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം ഇന്ത്യക്കായിരുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനുമാണ് രണ്ട് നേതാക്കളും സിംലയിൽ സമ്മേളിച്ചത്. ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് കൂട്ടരും സമ്മതിക്കുകയായിരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലുണ്ട്. നിർണായക ജലവിഭവ ഡാറ്റ കൈമാറ്റത്തെയും സുപ്രധാന വിള സീസണിലെ ജലമൊഴുക്കിനെയും ഇത് ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നിരുന്നാലും സിന്ധു നദീതടത്തിലെ പടിഞ്ഞാറൻ നദികളുടെ മുഴുവൻ വിഹിതവും ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ആശ്രയിച്ചാവും ദീർഘകാല ആഘാതം. ഈ പ്രക്രിയയ്ക്ക് 1 ദശാബ്ദമോ അതിൽ കൂടുതലോ എടുത്തേക്കാമെന്ന് വിദഗ്ധർ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളാണ് ഇന്ത്യ ഏതായാലും പ്രഖ്യാപിച്ചിട്ടുള്ളത്.
അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരുടെ വിലപ്പെട്ട ജീവൻ അപഹരിച്ച തീവ്രവാദ ആക്രമണത്തിന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചിരുന്നു. ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നിർണായക തീരുമാനങ്ങളിൽ ഒന്ന് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ മാസം രാത്രി ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനവും ഇന്ത്യ പുറത്തിറക്കിയിരുന്നു. നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ യുദ്ധപ്രഖ്യാപനമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയും ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം വശം കെട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ നീക്കം കനത്ത പ്രഹരമാണ് സമ്മാനിക്കുക. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് സിന്ധു നദീജല കരാർ. കൃഷി, ജലസേചനം, ഊർജ്ജം എന്നീ മേഖലകളിൽ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതും പ്രധാനമായും ഈ ഉടമ്പടി പ്രകാരം വിട്ടുകിട്ടുന്ന ജലസ്രോതസ്സുകളെയാണ്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കാൻ ഈ നീക്കത്തിലൂടെ കഴിയുമെന്നും അതിലൂടെ തീവ്രവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ ഈ നീക്കം നടത്തുമ്പോൾ കണക്കുകൂട്ടുന്നത്. നദികളിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിക്കുന്നത് പൂർണ്ണമായും തടസ്സപ്പെടാൻ ഇനിയും കാലങ്ങളെടുക്കും. ഇത് നടപ്പിലാക്കാൻ ജലത്തെ സംഭരിച്ചു നിർത്താൻ അണക്കെട്ടുകൾ അടക്കം ഇന്ത്യ നിർമ്മിക്കേണ്ടതായി വരും. നദീജലത്തിന്റെ 80% പാകിസ്ഥാനാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്. നദീജല കരാർ റദ്ദാക്കി വിജ്ഞാപനം പുറത്തിറക്കിയ ഇന്ത്യ ഇത് ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിച്ചു കഴിഞ്ഞു. നിരന്തരം ഇന്ത്യൻ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരാക്രമണമാണ് കരാറിൽ നിന്ന് പിന്മാറാനുള്ള കാരണമായി ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയ മറ്റ് ലംഘനങ്ങൾക്ക് പുറമെ കരാറിൽ വിഭാവനം ചെയ്തിട്ടുള്ളതുപോലെ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുകയോ കരാർ ലംഘിക്കുകയോ ചെയ്തുവെന്ന് ജലശക്തി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. അതേസമയം കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്നതിന് പിന്നാലെ പാകിസ്ഥാനും പ്രതികരിച്ചിരുന്നു. സിന്ധു നദീജല കരാർ ലംഘിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ലഭിക്കേണ്ട വെള്ളം വഴിതിരിച്ചുവിടാനോ തടയാനേയുള്ള ഏതൊരു നടപടിയും യുദ്ധസമാന നടപടിയായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ സമ്മർദ്ദ തന്ത്രം ഒന്നും തന്നെ വില പോയില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരാക്രമണം ഏത് സമയത്തും ഉണ്ടായേക്കാമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ കൃത്യമായി ആരോപിക്കുന്നുണ്ട്. തെളിവ് സഹിതമാണ് ഇന്ത്യയുടെ ആരോപണങ്ങൾ. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ആണ് രംഗത്ത് വന്നിരുന്നത്. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബയുടെ നിഴലായി അറിയപ്പെടുന്ന സംഘമാണ് TRF. 6 വർഷമായി ഈ ഭീകര സംഘടന വളരെ സജീവമായി കാശ്മീരിൽ രംഗത്തുണ്ട്. 2019 കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് TRFന്റെ പിറവി സംഭവിച്ചത്. രൂപം കൊണ്ട 4 വർഷങ്ങൾക്കിപ്പുറം 2023 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UAPA ചുമത്തി TRFനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭീകര പ്രവർത്തനത്തിന് പുറമെ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം, ആയുധക്കടത്ത്, ലഹരി ഇടപാടുകൾ എന്നിവയിൽ TRFന്റെ ഇടപെടലുകൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടി. സംഘത്തിന്റെ കമാൻഡറായ ഷെയ്ഖ് സജാദ് ഖല്ലിനെ UAPA ചുമത്തി കൊടും ഭീകരനായി പ്രഖ്യാപിച്ചതുമാണ്. തൊഴിലാളികളെയും സാധാരണക്കാരെയുമാണ് TRF എന്നും കൊലയ്ക്ക് ഇരയാക്കിയിരുന്നത്. ബംഗാളിൽ നിന്ന് 5 മുസ്ലിം തൊഴിലാളികളെ 2019 ഒക്ടോബറിൽ കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ കൊലപ്പെടുത്തിയാണ് TRF രംഗപ്രവേശനം ചെയ്തത്. ഇതര സംസ്ഥാനക്കാർക്കെതിരെ ആസൂത്രിതമായ ആക്രമണ പരമ്പരകളാണ് തുടർന്ന് നടത്തിയത്. 2021 തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായതോടെ ജമ്മു കാശ്മീരിൽ നിന്നും കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടപലായനം തുടങ്ങിയിരുന്നു. സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചാണ് TRF അവരുടെ സംഘത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത്. ഏറ്റവും പുതിയ ആയുധങ്ങൾ വരെ സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നു. കശ്മീരിൽ സുരക്ഷാ സേനയ്ക്ക് എതിരെ നടത്തിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഇവർ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചിരുന്നു. TRFലെ മുഖ്യ തീവ്രവാദികളെല്ലാം തന്നെ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച് പിന്നീട് കശ്മീരിലേക്ക് തിരികെ എത്തിയവരുമാണ്.